നിങ്ങളെ മുഖ്യമന്ത്രിയാക്കാൻ കുറെ തല്ലും കൊണ്ട് നടന്നല്ലേ പാവങ്ങൾ. ഒരു കാര്യമില്ല അവർക്കൊന്നും. അല്ലെങ്കിൽ ഈ KSUക്കാർക്ക് എന്തിന്റെ കേടാണ്? ഒരു മര്യാദ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകനാണെങ്കിലും കാണിക്കണം. എങ്ങനെ 3 ചോദ്യം ഒരേ ചോദ്യം ചോദിച്ചിട്ട് വീണ്ടും ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല. 3 ചോദ്യോ ഒരാളോ? ഏഷ്യാനെറ്റിൽ വാർത്ത വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുമോ? ഏഷ്യാനെറ്റിനെ വരെ തള്ളിപ്പറയാണല്ലോ. വന്ന് കണ്ടുല്ലേ? അവരെന്നെ കണ്ട് അവർക്കൊരു നിവേദനം നൽകാൻ വന്നതാണ്. കാണുമ്പോൾ വഴിമാറി നടക്കണമെന്നും വിളിച്ചു കയറ്റി അകത്തിരുത്തരുത് എന്നുമെല്ലാം. ഞാൻ തുഷാർ വെള്ളാപ്പള്ളി വരുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വരാൻ പാടില്ല. പറ്റിയാൽ ഇനി ആ TP സെൻകുമാറും കുറച്ച് ആൾക്കാരും കൂടി ബാക്കിയുണ്ട്. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം എന്നെ വന്ന് സുകുമാരൻ നായരെ പൊളിക്കാൻ ഇനി VDയും അവരും തമ്മിൽ എന്തെങ്കിലും. നമസ്കാരം. CM എന്നാൽ ചീഫ് മിനിസ്റ്റർ എന്നാണ് നമ്മൾ ഫുൾ ഫോം കേട്ടിട്ടുള്ളത്. നമ്മുടെ CM VD സതീശൻ ഇപ്പോൾ ബുധനാഴ്ച ആകുമ്പോൾ ഒരു നിർവചനം സംഭവിക്കുകയാണ്. ബുധനാഴ്ചയാണ് മൂപ്പരുടെ പ്രസ് മീറ്റ്. അതായത് VD സതീശൻ ചരിത്രം മാറ്റി എഴുതുന്ന മുഖ്യമന്ത്രിയാണെന്നാണല്ലോ വെപ്പ്. മൂപ്പര് ഒരാഴ്ച നിറയെ പണ്ട് പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് പറഞ്ഞതും പ്രവർത്തിച്ചതും എല്ലാം കൂടി ഉൾട്ടയടിച്ച് ചില തീരുമാനങ്ങൾ അങ്ങ് നടപ്പാക്കും. സംഘപരിവാറുകാർ VC ആക്കപ്പെടും, പ്രോസിക്യൂട്ടർമാരാക്കപ്പെടും, കേന്ദ്രം പറയുന്നതും കേട്ട് വാലും ചുരുട്ടി ഇരിക്കപ്പെടും, അദാനിക്കായി മീറ്റർ മുതൽ വിഴിഞ്ഞം വരെ തുറക്കപ്പെടും, തുഷാർ വെള്ളാപ്പള്ളി മുതൽ RV ബാബുവും ശശികലയും വരെ നിറഞ്ഞാടപ്പെടും, MR അജിത് കുമാർ പോലും സംരക്ഷിക്കപ്പെടും, രാത്രിക്ക് രാത്രി വൈദ്യുതി നിയന്ത്രണം കൊണ്ട് നാട്ടുകാർ പൊറുതിമുട്ടി ഇരിക്കപ്പെടും. ഇതെല്ലാം വാർത്തകളാക്കപ്പെടും. ബുധനാഴ്ച വന്ന് CM അതിനെല്ലാം ന്യായീകരിക്കാൻ ചില കൗണ്ടർ പറയും. പിണറായി സർക്കാർ ചെയ്തതല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ, അത്രയും പോലും ഇല്ല എന്നതൊക്കെയാണ് പ്രധാന വാചകം. അങ്ങനെ ഈ ആഴ്ചയും ചീഫ് മിനിസ്റ്റർ പ്രസ് മീറ്റിന് പ്രത്യക്ഷപ്പെട്ടു. ചീഫ് മിനിസ്റ്റർ കൗണ്ടർ പറയുന്ന ചീഫ് മിനിസ്റ്റർ എന്നുള്ള അർത്ഥത്തിലാണ് ആൾക്കാരിപ്പോൾ ഈ പ്രസ് മീറ്റ് തന്നെ കാണുന്നത്. വന്നപ്പോഴേ ആളുകളൊക്കെ ചോദിച്ചു തുടങ്ങി, അല്ല CM എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അജിത് കുമാറിനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു. ശരിക്കും ഞാനും ചില വാർത്തകൾ കണ്ടുട്ടാ. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമം തോന്നി. ഇപ്പൊ ഞാൻ ആസ്വദിക്കുകയാണ് ഈ വാർത്തകൾ കണ്ടിട്ട്. ഇതുപോലത്തെ വാർത്തകൾ. ഏതുപോലത്തെ വാർത്ത? അജിത് കുമാറിനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നും പറഞ്ഞല്ല, നിങ്ങൾ വാർത്ത കൊടുത്തു, നിങ്ങളിപ്പോ അത് വഴിയിലായി. ഏത് വഴിയിലായി എന്നാ മൂപ്പര് പറയുന്നത്? ഭരണത്തിൽ വന്നാൽ അടുത്ത നിമിഷം ചെയ്യും എന്ന് പറഞ്ഞ ഒരു കാര്യം ഇപ്പൊ MR അജിത് കുമാറിനെ എടുത്ത് തോട്ടിലിടും എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പോൾ 2 മാസമായി. എന്താ ചെയ്യുന്നത് മൂപ്പര് വന്നിട്ട്? നിങ്ങളല്ല ഈ വാർത്ത ഉണ്ടാക്കിയത്. പക്ഷെ നടപടി എന്തുണ്ടായി? നിങ്ങളല്ല നടപടി എടുക്കേണ്ടത്, മാധ്യമങ്ങളല്ല നടപടി എടുക്കേണ്ടത്. പിന്നെ അത് നടപടി എടുക്കുമ്പോൾ നിങ്ങളെ അറിയിക്കും. ഇങ്ങനെയൊന്നും അല്ലല്ലോ പണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു ടോക്ക്? ഇതാണോ നയം? അത് അപ്പ അറിഞ്ഞാ മതി നിങ്ങൾ എന്താ ചെയ്യാൻ പോണേന്ന്. അപ്പറഞ്ഞാ മതി, നിങ്ങൾ അപ്പറഞ്ഞാ മതി, ഞങ്ങൾ പറയും. അതായത് അപ്പം തരും അതും തിന്ന് മിണ്ടാണ്ടിരുന്നോന്ന് അല്ലേ? നിങ്ങൾ അപ്പറഞ്ഞാ മതി. പക്ഷെ അപ്പത്തിന്റെ കാര്യേ അപ്പ അറിഞ്ഞില്ലെങ്കിലോ? എന്താണ് ഇതിന്റെ നടപടിക്രമമെന്നും ഞങ്ങൾ എന്താ ചെയ്യാൻ പോണേന്നും തീരുമാനം എടുത്തിട്ട് നിങ്ങളെ അറിയിക്കും. അപ്പൊ നിങ്ങൾ അറിഞ്ഞാൽ മതി. ശരി, അപ്പം തിന്നോളും, കുഴി എണ്ണൂല. പക്ഷെ സാറ് ശരിക്കും MR അജിത് കുമാറിനെതിരെ റിപ്പോർട്ടൊക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത്? നടപടിയൊന്നും എടുക്കുന്നില്ലല്ലോ. ഇതിപ്പോ പിണറായി കാലത്ത് VD തന്നെ പറഞ്ഞ പോലെ കേന്ദ്ര BJP അന്തർധാര തന്നെയാണോ? ഇതൊക്കെ ഓരോ വാർത്തകളാണ്. ഓരോ ദിവസത്തെ രാവിലത്തെ ഉണ്ടാക്കുന്ന ഓരോ വാർത്തകളാണ്. എന്ത് പ്രസക്തിയാണ് ആ വാർത്തയ്ക്കുള്ളത്? എന്ത് പ്രസക്തിയാണുള്ളത്? നിങ്ങൾ തന്നെ നിങ്ങളുടെ ലീഡായിട്ട് നിങ്ങൾ എഴുതുന്ന സാധനത്തിന് ഞാൻ എന്തിനാ മറുപടി പറയണേ? മുമ്പ് പറഞ്ഞ ബടായികളെ ഉള്ളൂ അല്ലേ? നടപടിയൊന്നും ഇല്ലല്ലേ? ഞങ്ങൾക്കൊരു പ്രൊസീജിയർ ഉണ്ട്. അതെന്താ? SIT അന്വേഷിക്കുന്ന കാര്യത്തിൽ SITയിലെ ഉദ്യോഗസ്ഥനെ ആഭ്യന്തരമന്ത്രിക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ റിപ്പോർട്ടും കൊടുത്താൽ എനിക്ക് ഇപ്പം തന്നെ നടപടി എടുക്കണം, കാരണം ഏഷ്യാനെറ്റിൽ വാർത്ത വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇതിപ്പോൾ എന്തൊരു ചതിയാണ്. VD പറയുന്നതും കേട്ട് ഭരണത്തിൽ വരുന്നതും കാത്തിരുന്നതാണ്. എന്നിട്ട് ഇപ്പോൾ എന്തോ നടപടി എടുക്കാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏഷ്യാനെറ്റിനെ വരെ തള്ളിപ്പറയാണല്ലോ. ഞാൻ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞത് അജിത ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതിൽ ഞാൻ പറയും എല്ലാവരും വാർത്താ മാധ്യമങ്ങളിലെ വാർത്ത കണ്ടിട്ട് SIT ഉദ്യോഗസ്ഥരോട് വിളിച്ച് ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് ചോദിക്കാൻ പറ്റുമോ? പൂരം കലക്കൽ, സംഘി പോലീസ്, പിണറായിയുടെ RSS പാലം, ഇതെല്ലാം VDയുടെ വാക്കും കേട്ട് മാധ്യമങ്ങളടക്കം MR അജിത് കുമാറിന് ചാർത്തി കൊടുത്ത പേരാണ്. അതേ VD മുഖ്യമന്ത്രിയായിട്ട് ഒരു നടപടിയും പോലും ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നടപടി എടുക്കോ നടപടി എടുക്കാതിരിക്കോ രണ്ട് ചെയ്താലും ഇപ്പോഴുള്ള കാലത്ത് ആളുകൾ കോടതി പോകും. അത് ശരിയാണ്. VD സർക്കാരിന്റെ കാലത്ത് അങ്ങനെ പല പ്രത്യേകതകളും കാണാം. കോടതി പോകുമ്പോൾ നിങ്ങൾ വിമർശിക്കും, നടപടിക്രമം പൂർത്തിയാക്കാതെ നടപടി എടുത്തു, ആള് കോടതിയിൽ പോയി സ്റ്റേ ചെയ്തെന്ന് ഇതേ റിപ്പോർട്ട് ചെയ്ത ആളുകൾ വേറെ വാർത്ത കൊടുക്കും. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അലംഭാവം, സർക്കാർ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല, നടപടിക്രമങ്ങൾ പാലിക്കാതെ നടപടിയെടുത്തു, അപ്പോഴും ഒരു വാർത്ത കൊടുക്കുക. അത് തന്നെ സതീശൻ സാറ് പാവം. ഇതൊക്കെ വാർത്തയ്ക്ക് വേണ്ടിയുള്ള വാർത്തകളാണ്. ഗവൺമെന്റിനെ ഉണ്ടല്ലേ, ഞാൻ ഒരു കാര്യത്തിനും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, അങ്ങ് എപ്പോഴും കയറി ഇങ്ങനെ ബളം ഉണ്ടാക്കല്ലേ. എന്തെന്ന് ഈ ചാനലുകാർ വാർത്തയും കൊടുത്തിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നപ്പാ? മൂപ്പർക്ക് അതൊന്നും ഇഷ്ടമല്ലാട്ടാ. ഞാൻ പറഞ്ഞത് ഒരു പ്രൊസീജിയർ ഉണ്ട്, ഒരു പ്രൊസീജിയർ ഫോർമാലിറ്റി ഉണ്ട് ഇല്ലേ ഏത് സർക്കാരിനും. ആ പ്രൊസീജിയർ ഫോർമാലിറ്റി പൂർത്തിയാക്കാതെ നമുക്കൊരു നടപടി എടുക്കാൻ പറ്റില്ല. അത് നിങ്ങളിത് അറിയാത്ത റിപ്പോർട്ടർമാരാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ത് ചെയ്യാനാ? അവരോടൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ?
പണ്ട് പറഞ്ഞതൊക്കെ പ്രതിപക്ഷത്തിരുന്നപ്പോഴാണ്, ഇപ്പം മുഖ്യമന്ത്രിയാണ്, അതൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അന്ന് പറഞ്ഞത് എന്നൊക്കെ അവർക്ക് മനസ്സിലാകണ്ടേ. ഇപ്പം പിണറായി അല്ല മുഖ്യമന്ത്രി വീഡിയാണ്, ഇങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഈ മാധ്യമങ്ങൾക്ക് മനസ്സിലാകട്ടെ. അങ്ങ് പറഞ്ഞ ചോദ്യവും ഈ സംഭവമായിട്ട് വല്ല ബന്ധമുണ്ടോ? വല്ല ബന്ധമുണ്ടോ? അല്ല, അങ്ങ് പറഞ്ഞ കാര്യവും ഈ സംഭവമായിട്ട് അല്ല പ്ലീസ് ഞാൻ പറയട്ടെ, വല്ല ബന്ധമുണ്ടോ? ഇവർക്ക് ഇങ്ങനെ ചോദിക്കുകയുള്ളൂ, CM പറയൂലേട്ടാ. വേറെ വല്ല ചോദിക്കും. അങ്ങനെ വേറെ ആരെങ്കിലും ചോദിക്കും. ഈ ബുദ്ധിമുട്ടിക്കാത്ത ചോദ്യം വല്ലതുണ്ടെന്ന് ചോദിക്കും. ഞാൻ ആൻസർ ചെയ്യുമ്പോൾ അങ്ങ് ഇടപെടാൻ പാടില്ല. എങ്ങനെ 3 ചോദ്യം ഒരേ ചോദ്യം ചോദിച്ചിട്ട് വീണ്ടും ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല. 3 ചോദ്യോ ഒരാളോ? അയ്യോ, പാടില്ല. ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഒരു മര്യാദ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകനാണെങ്കിലും കാണിക്കണം. സംസാരിക്കാനിടയിൽ ഇടപെടാൻ പാടില്ല. ഇതൊന്നും അല്ലാന്ന് ആ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ വന്ന ഉടനെ എടുത്ത കേസില്ലേ, പ്രതിപക്ഷത്തിനെ കുഴപ്പത്തിലാക്കുന്ന കേസില്ലേ, കോടതി രാഷ്ട്രീയ പകപോക്കലാണോ എന്ന് വരെ ചോദിച്ച കേസ്, അതിന്റെ റിപ്പോർട്ടും വൈകിപ്പിക്കുകയാണെന്നാണല്ലോ അന്ന് അടികൊണ്ടവരൊക്കെ പറയുന്നത്. ഏത് റിപ്പോർട്ട് എവിടെ വൈകിയെന്നാണ് നിങ്ങൾ തീരുമാനിച്ച പോയത്? പിന്നെ ഇല്ല, ഇത്രയും മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ഒക്കെ കൊടുത്ത വാർത്തയിലെ അബദ്ധം നിങ്ങൾക്ക് മനസ്സിലായി. അല്ലല്ല, അബദ്ധമാണ് നിങ്ങൾ കൊടുത്ത വാർത്ത. ആ വാർത്തകൾ കൊടുക്കാൻ കുറെ മാധ്യമങ്ങളും റിപ്പോർട്ടർമാരും ഇപ്പൊ ഏതോ BJP-ക്കാരെ പിടിച്ച് പ്രോസിക്യൂട്ടർമാരാക്കി എന്നും പറഞ്ഞ് കോൺഗ്രസ്സുകാർ കംപ്ലൈന്റ് പറയുന്നോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടത്രേ. അതൊന്നും എനിക്കറിയില്ല. എന്നോട് എന്തായാലും പറഞ്ഞിട്ടില്ല, എന്നോടൊരു പരാതിയും പറഞ്ഞിട്ടില്ല. KSUക്കാർ പക്ഷെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നിട്ടാ, അത് വാർത്തയായില്ലേ. അവരൊന്നും അല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് പ്ലീഡറെ തീരുമാനിക്കുന്നത്? നിങ്ങളെ മുഖ്യമന്ത്രിയാക്കാൻ കുറെ തല്ലും കൊണ്ട് നടന്നതല്ലേ പാവങ്ങള്, എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാലോ? അവര് പറഞ്ഞ വാർത്തയല്ലേ. നിങ്ങൾ വലിയ വാർത്തയാക്കിയാണ്. തിരുവനന്തപുരം ലോ കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റി ഗവൺമെന്റ് ബിൽഡറെ നിയമിക്കുന്നതിന് അവർക്ക് എന്താ കാര്യം? ഒരു കാര്യമില്ല അവർക്കൊന്നും. അതൊന്നുമില്ല, അവർക്കൊന്നും ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഈ KSUക്കാർക്ക് എന്തിന്റെ കേടാണ്? VD മുഖ്യമന്ത്രിയായില്ലേ, പ്രതിപക്ഷത്തിരിക്കുമ്പം മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ തല്ലുകൊണ്ട് നടന്നത്. ഭരണത്തിലെത്തിയാൽ മിണ്ടാണ്ടിരുന്നോളണം. ഇനി പണ്ട് പറഞ്ഞതും പറഞ്ഞിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ പാടുണ്ടോ? അതൊന്നും ചെയ്യാണ്ട് സംഘികളെ നിയമിക്കുന്നു നോക്കി വാർത്തയിൽ ഇടം പിടിക്കാൻ നടന്നാൽ എന്താ ചെയ്യാ? നിങ്ങളാണ് ഇത് ഊതി വീർപ്പിക്കുന്നത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ വിവാദം തീർന്നോ? എവിടെ തീരാനാണ് സാറേ? ആ അലോഷ്യസ് സേവ്യർ ഒന്നും ഇപ്പൊ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ ഒന്നും വിളിച്ചാൽ പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ നടപ്പാട്. എൻ്റെ അടുത്തൊരു പരാതിയും വന്നിട്ടില്ല, അത് സംബന്ധിച്ചൊരു പരാതിയും വന്നിട്ടില്ല. പരാതി നിങ്ങളോടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ അന്വേഷിക്കണം എന്താണ് പരാതി. എന്റെ മുമ്പിൽ ആ പരാതി വന്നിട്ടില്ല. അപ്പൊ KSUക്കാർ ഇനി 5 കൊല്ലത്തേക്ക് വെള്ളമൊന്നും കോരണ്ട, അടങ്ങിയിരുന്നോന്നാണ്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, വേറെ എന്തെങ്കിലും ചോദിക്കും. വേറെന്താ, മുഖ്യമന്ത്രിയെ പറ്റി ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും BJP സംഘപരിവാർ സംബന്ധ വാർത്തകളേ ഉള്ളൂ. അവസാനം RV ബാബുവും KP ശശികലയും സംഘവും ഒക്കെ നല്ലോണം പ്രശംസിച്ചിട്ടുണ്ടല്ലോ, വന്ന് കണ്ടുല്ലേ? അത് പബ്ലിക് കാണുന്ന സമയത്താണ് അവരെ ഒന്ന് എന്നെ കണ്ടത്. ഞാൻ അവരെ മുറിയിൽ കയറ്റിയിരുത്തി കണ്ടു. എന്നിട്ട് അതിൽ 2 പേര് എനിക്കെതിരായിട്ട് നിരന്തരമായ വ്യാപകമായ പ്രചരണം നടത്തിയിരുന്ന ആളുകളാണ്. അതൊക്കെ ഇലക്ഷൻ കാലത്ത് നാട്ടുകാരുടെ മുന്നിൽ നടത്തിയ അഭിനയമായിരുന്നു എന്നൊന്നും ചിലരൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ തനിനിറം കാണിക്കാണത്രേ. അല്ല, ഇപ്പൊ എന്താ ഇടപാട്? അവരെന്നെ കണ്ട് അവർക്കൊരു നിവേദനം നൽകാൻ വന്നാണ്. നിവേദനം നൽകി. വേറെ വല്ല ഏർപ്പാടും അന്തർധാരയും പ്രവർത്തിക്കുന്നുണ്ടോ? ആരെ അറിയാതെ ഒളിച്ചല്ല കണ്ടത്. ഒളിച്ചല്ല, പക്ഷെ വിദ്വേഷ രാഷ്ട്രീയക്കാരെ പരസ്യമായിട്ടായാലും കാണുമ്പോൾ വഴിമാറി നടക്കണമെന്നും വിളിച്ചു കയറ്റി അകത്തിരുത്തരുത് എന്നുമെല്ലാം മുസ്ലിം സമുദായ സംഘടനകളുടെ യോഗങ്ങളിൽ അടക്കം പോയി പ്രസംഗിച്ചത് നാട്ടുകാർ മറന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് നാടുനീളെ മൈക്ക് കെട്ടി പറഞ്ഞതുമാണ്. അതൊക്കെ ഓർമ്മയിൽ വരൂലേ? ഞാൻ തുഷാർ വെള്ളാപ്പള്ളി വരുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വരാൻ പാടില്ല എന്ന് പറയാമോ? ഞാൻ പറയാൻ പാടില്ലല്ലോ. അയ്യോ, പാടില്ല കേട്ടാ. പറ്റിയാൽ ഇനി ആ TP സെൻകുമാറും കുറച്ച് ആൾക്കാരും കൂടി ബാക്കിയുണ്ട്, അവരെയും കൂടി ഒന്ന് വിശദമായി കേൾക്കണം. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം എന്നെ വന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നാണ്. അദ്ദേഹം MLA കൂടിയല്ലേ. അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിലെ കുറെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടു തന്നു. ഇവരൊക്കെ ആയിട്ട് നമ്മൾ കാണണ്ടേ? സുകുമാരൻ നായർ പാവം കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി എന്നാണ് പറയുന്നത്. ശ്രമിച്ചിട്ട് ശശികലയും RV ബാബുവിനെയും വരെ കയറ്റിയിരുത്തി. സുകുമാരൻ നായർ പറയുന്നത് എന്നെ കയറ്റിയില്ല എന്നാണ്. സുകുമാരൻ നായരെ പൊളിക്കാൻ ഈ പറയുന്ന സംഘപരിവാറുകാരൊക്കെ സുരേഷ് ഗോപിനെയൊക്കെ രംഗത്തിറക്കിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് വരെ പ്രസംഗിച്ച് നടന്നു. ഇനി VDയും അവരും തമ്മിൽ എന്തെങ്കിലും അന്തർധാരം ഉണ്ടോ? അതിനുള്ള പരിപാടിയാണോ ഇതൊക്കെ നടക്കുന്നത്? മതി, അതന്നെ, ആളുകളെ കാണാനുള്ളപ്പോൾ പുറത്തിങ്ങനെ ഓരോ വർത്താനം പറഞ്ഞ് പ്രസ് മീറ്റിന് വന്നിരുന്നാലേ ആളുകൾ അവരെ വഴിക്ക് പോകും. വീഡിയോ ഒറ്റക്കായി പോകും. പോകുന്ന തന്നെയാണ് നല്ലത്. മുഖ്യമന്ത്രിക്ക് നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.